പ്രളയം വലിയ നാശമാണ് ഉത്തരാഖണ്ഡിൽ വിതച്ചത്. ആ പ്രളയനാശത്തിൽ പ്രധാനമന്ത്രി ഉത്തരാഖണ്ഡ് സന്ദർശിക്കാനിരിക്കുകയാണ്. ആകാശ നിരീക്ഷണമൊക്കെ നടത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. ആ വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി. അഖില, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രളയക്കെടുതി അതിരൂക്ഷമായിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മഴയ്ക്ക് കുറവുണ്ട്. പ്രളയ ബാധിത മേഖലകൾ പതിയെ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരികയാണ്. ഉത്തരാഖണ്ഡിൽ 85 പേരാണ് ഈ ഏപ്രിൽ മുതൽ ഈ സമയം വരെയുള്ള ദിവസങ്ങളിലുണ്ടായ മഴക്കെടുതിയിൽ ജീവൻ നഷ്ടമായത്. അതോടൊപ്പം തന്നെ 98 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. 125 പേർക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. ഈ ഒരു സാഹചര്യത്തിൽ അതോടൊപ്പം തന്നെ 3700 കോടി രൂപയുടെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നാണ് പ്രാഥമികമായി വിലയിരുത്തുന്നത്. കേന്ദ്ര സംഘങ്ങൾ നേരത്തെ തന്നെ സംസ്ഥാനം സന്ദർശിച്ചിരുന്നു. പ്രത്യേകിച്ച് കേന്ദ്ര ജോയിന്റ് സെക്രട്ടറി ആർ പ്രസന്നയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ്. അത് മന്ത്രിതല സംഘം കൂടിയായിരുന്നു. ആ സംഘമാണ് സ്ഥലം സന്ദർശിച്ച് സംസ്ഥാനങ്ങളുടെ വിവിധ ഭാഗങ്ങൾ സന്ദർശിച്ച് റിപ്പോർട്ട് കേന്ദ്ര സർക്കാർ നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രധാനമന്ത്രി ഇന്ന് വൈകിട്ടോടുകൂടി സംസ്ഥാനത്ത് നിന്ന് രാവിലെ ഉത്തർപ്രദേശിലാണ് പ്രധാനമന്ത്രി എത്തുക. അതിനുശേഷം അവിടുത്തെ പരിപാടികൾക്ക് ശേഷം ഉത്തർപ്രദേശിലും സമാനമായ രീതിയിൽ തന്നെ പ്രളയക്കെടുതിയൊക്കെ ഉണ്ട്. അതൊക്കെ തന്നെ വിലയിരുത്തി അതിന്റെ നിർദ്ദേശങ്ങൾ നൽകിയ ശേഷം പ്രധാനമന്ത്രി ഉച്ചയ്ക്ക് ശേഷമാണ് ഉത്തരാഖണ്ഡിലേക്ക് എത്തുക. ആകാശ നിരീക്ഷണം നടത്തും. അതിനുശേഷം സംസ്ഥാന മുഖ്യമന്ത്രിയും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്ന ഉന്നതതല യോഗം ചേരും. ആ യോഗത്തിന് ശേഷമായിരിക്കും ഒരുപക്ഷെ ധനസഹായം പ്രഖ്യാപിക്കുക. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്. പഞ്ചാബിലടക്കം പ്രധാനമന്ത്രി ഹിമാചലിലും എത്തിയിരുന്നു. ഈ രണ്ട് സ്ഥലങ്ങളിലും 1500ഉം 1600 കോടി രൂപയുടെ ധനസഹായം പ്രഖ്യാപിച്ചിരുന്നു. ആ സമാനമായ രീതിയിൽ തന്നെ താൽക്കാലികമായി 1900 കോടി രൂപയുടെ ധനസഹായമെങ്കിലും വേണമെന്നുള്ളതാണ് സംസ്ഥാനം ആവശ്യപ്പെടുന്നത്. കാരണം റോഡുകൾ തകർന്നിട്ടുണ്ട്, സ്കൂളുകൾക്കെല്ലാം തന്നെ കേടുപാടുകളുണ്ട്. 5000-ഓളം ആളുകൾ, അതിൽ കുടുംബങ്ങളായാലും അവർക്ക് ജീവഹാനി ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലധികം നാശനഷ്ടങ്ങൾ, 5000-ഓളം ആളുകളെ നേരിട്ട് പ്രളയം ബാധിച്ചു എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ അവകാശപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വലിയ സാമ്പത്തിക സഹായം വേണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഏതായാലും ഈ ഉന്നതതല യോഗത്തിന് ശേഷമായിരിക്കും ധനസഹായത്തിന്റെ കാര്യത്തിൽ പ്രധാനമന്ത്രിയും കേന്ദ്ര സർക്കാരും തീരുമാനമെടുക്കുക. അഖില. ശരി പ്രശാന്ത്.